അയ്യപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ഇപ്പോൾ അറസ്റ്റായി ജയിലിലായിട്ട് 1 മാസത്തിലധികം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും എന്തുകൊണ്ടാണ് പത്മകുമാറിനെതിരെ CPM ഒരു കടുത്ത നടപടി എടുക്കാത്തത്? കടുത്ത നടപടിയല്ല, പേരിന് പോലും ഒരു നടപടി എടുക്കാത്തത്. തുഫൽ, ഇതിനകത്ത് CPM എന്ന് പറയുന്ന പാർട്ടി വല്ലാതെ ഒരു പ്രതിസന്ധിയിലാണ് പത്മകുമാറിൻ്റെ വിഷയത്തിൽ. അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ പോറ്റിയെ കയറ്റിയെ സ്വർണ്ണപ്പാളികൾ കടത്തിയത് വിഷയമായി പാട്ട് ആരാണ് കൊള്ള നടത്തിയത്, സഖാക്കളാണ് എന്ന് പറയുമ്പോൾ ആ സഖാവ് ആരാണെന്ന് ചോദിച്ചാൽ ആ സഖാവ് പത്മകുമാറാണ്. ഒരു സഖാവല്ല, സഖാക്കളാണ് ഇവിടെ വെട്ടിയത്. അപ്പോൾ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെ ഇവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. CPM എന്ന് പറയുന്ന പാർട്ടി പത്മകുമാറിനെ ഭയപ്പെടുന്നു. എന്തുകൊണ്ട് ഭയപ്പെടുന്നു? ശബരിമലയെക്കുറിച്ച് ഇത്രയധികം അറിയാവുന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, വേറെ കമ്മ്യൂണിസ്റ്റുകാരനല്ല, ശബരിമലയെക്കുറിച്ച് അറിയാവുന്നുള്ള 1000 പേരെടുത്താൽ, അതായത് ശബരിമലയുടെ മൂലസ്ഥാനം മുതൽ, അതായത് പന്തളം കൊട്ടാരത്തിലുള്ളവരെ പോലെ തന്നെ ശബരിമലയെക്കുറിച്ച് ഇത്രയധികം അതിൻ്റെ വക്കും മൂലയും അതിൻ്റെ ആസ്ഥാനവും ശ്രീകോവിലും അവിടെ എന്തെല്ലാം ഉണ്ടെന്നും ഭഗവാന്റെ മുന്നിൽ കത്തുന്ന വിളക്കിൽ തിരിയുടെ എണ്ണം വരെ, കൃത്യമായിട്ട് കത്തിക്കുന്ന തിരിയുടെ എണ്ണം വരെ പത്മകുമാറിനറിയാം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പത്മകുമാറിൻ്റെ പിതാവ് അവിടെ നീണ്ടകാലം ഈ തേങ്ങ, അവിടെ ശബരിമലയിലെ തേങ്ങയൊക്കെ വെട്ടുന്നതിലൊക്കെ അടങ്കലെടുത്തിരുന്ന ഒരാളാണ്. പത്മകുമാറിന് അവിടെ ചെറിയൊരു കടവര ഉണ്ടായിരുന്നു ഈ ശബരിമല നമ്മളെ സന്നിധാനം എത്തുന്നതിന് മുന്നേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ, പത്മകുമാർ എന്ന വ്യക്തിയിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഈ രഹസ്യങ്ങൾ പത്മകുമാറിനെ എന്തിന് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി അന്നത്തെ ഗവൺമെൻറ്, അന്ന് ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ വെച്ചത് എന്ന് ചോദിച്ചാൽ, അതിനകത്ത് നിഗൂഢമായ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്നുള്ളതും ഇവിടെ അന്വേഷണത്തിൽ വരും. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് ചെയ്യാനായി പ്രേരിപ്പിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് ഒരു വാക്ക് എങ്ങോട്ടോ മൊഴിഞ്ഞതല്ലാതെ പത്മകുമാർ പിന്നീടൊന്നും കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതായത് ഈ SIT അന്വേഷണം പോലും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നേ ഒന്ന് ഇഴയുന്ന രീതിയിലാണ് പോയത്. ഇപ്പോൾ ആ ഇഴയുന്ന രീതി മാറി, ചെറുതായിട്ടൊന്ന് കയറി വന്നിട്ടുണ്ട്. അപ്പോഴും ഉദ്യോഗസ്ഥർ മാത്രമാണ് ബലിയാടായിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് ഈ കേസ് അന്വേഷണം SIT നടത്തുന്നത് എന്നുണ്ടെങ്കിലും അവരിൽ വല്ലാത്ത പിടി ഈ സർക്കാരിനുണ്ട്. അപ്പോൾ പത്മകുമാറിനെ ഇനിയും ചോദ്യം ചെയ്താൽ പത്മകുമാർ ഇനിയും പലതും വിളിച്ചു പറയും. ഒരു വേള ഈ 6 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള CPM എന്ന് പറയുന്ന പാർട്ടിയും അല്ലാതെ അനുയായികളുമുള്ള ഒരു പാർട്ടി അദ്ദേഹത്തിനെ ഇപ്പോൾ സംരക്ഷിച്ച് നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പത്ത് പല രഹസ്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. ശബരിമലയിൽ അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിലുള്ള ഏറ്റവും വലിയ രഹസ്യം, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് അവിടേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് ആരൊക്കെയാണ് കളിച്ചത് പത്മകുമാറിനറിയാം. പത്മകുമാറിന് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അതെല്ലാം ചെയ്തതിന് പിന്നിൽ ആരൊക്കെയുണ്ടായിരുന്നു? വാസു ഉണ്ടായിരുന്നു. എന്തിനു പറയുന്നു? നവീൻ ബാബു എന്ന കണ്ണൂർ മരണപ്പെട്ടു പോയ ഉദ്യോഗസ്ഥനൊക്കെ അന്ന് പത്തനംതിട്ടയിൽ ഏതോ ചുമതലകളിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുരോഗമനം പറഞ്ഞുകൊണ്ട്, പുരോഗമനം മറയാക്കിക്കൊണ്ട് സ്ത്രീകളെ അതിനകത്തേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആൾക്കാരൊക്കെ തന്നെ നിരവധിയാണ്. അവർക്ക് എന്തായിരുന്നു ഇതിനകത്തെ ലക്ഷ്യം? ഇതൊരു ഏറ്റവും വലിയ ചോദ്യമാണ്. അതിനുത്തരം പറയേണ്ടത് ഈ പറയുന്ന രീതിയിൽ ഈ സർക്കാരിൻ്റെ ബാധ്യതയാകും. പ്രത്യേകിച്ച് പത്മകുമാറിനെ ഈ അവസരത്തിൽ പാർട്ടിയിൽ നിന്ന് തള്ളിയാൽ, പത്മകുമാർ പലതും പറഞ്ഞാൽ വരുന്ന ഇലക്ഷനിൽ ഇതിനേക്കാളും നിലം പരിശാവും. അതായത് നമ്മളിതിൽ മനസ്സിലാക്കാനുള്ളത്, ഒരു വലിയ ഇരുട്ട് സഞ്ചിക്കകത്ത് ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരു സംഘമായി തീർന്നിരിക്കുന്നു പിണറായിയും സംഘവും, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി. അതിനകത്തുനിന്ന് അനേകം ആൻറ്റി ഇൻകംബൻസി ഫാക്ടറിൽ നിന്ന് ഒരു ശബരിമല വിഷയം മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. നിരവധി വിഷയങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൽ ഈ ശബരിമല വിഷയം സെൻസേഷനാണ്. അതിലേറ്റവും സെൻസേഷൻ ശബരിമലയാണ്. ഏറ്റവും കൂടുതൽ അനുയായികൾ, ഈ പാർട്ടിക്കുള്ള അനുയായികൾ, സഖാക്കൾ ശബരിമലയിൽ പോകുന്നവരാണ്. ഈ പറയുന്ന സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പാടുമ്പോൾ നല്ല സഖാക്കൾക്ക് അത് പൊള്ളില്ല. യഥാർത്ഥ സഖാക്കൾ ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്നാണ് ഈ പാട്ട് എഴുതിയ കുഞ്ഞുമുഹമ്മദ് എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, കുഞ്ഞബ്ദുള്ള. ഈ കുഞ്ഞബ്ദുള്ള പറഞ്ഞത്, കുഞ്ഞബ്ദുള്ള പറഞ്ഞത്, എൻ്റെ ഏറ്റവും കൂടുതൽ വിളിച്ച് അഭിനന്ദിച്ചത് സഖാക്കളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത്ര മാത്രം:
ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെ ഇവർ ഭയപ്പെടുന്നത് നിരവധി വിഷയങ്ങൾ. ശബരിമലയിലെ ഈ പറയുന്ന വിമാനത്താവളം തുടങ്ങുന്ന വിഷയം, ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ് നടത്തിയത്? ആഗോള അയ്യപ്പ സംഗമത്തിൽ ബ്രാൻഡിങ്ങിന് ആൾക്കാരെ കിട്ടാൻ വേണ്ടിയാണ്, സ്പോൺസർമാരെ കിട്ടാനാണ്. ആ സ്പോൺസർമാരെ ഇവർ വിചാരിച്ച രീതിയിൽ കിട്ടിയാൽ, ഒരു സ്പോൺസറെ കിട്ടുന്നതിന് അയാൾ എന്തെല്ലാം കാര്യങ്ങൾ കൈക്കൂലി കൊടുത്തിട്ടാണ്. ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. ശബരിമലയിൽ ശൗചാലയം മുതൽ അവിടുത്തെ കടകൾ നടത്തുന്നതിന് വരെ കരാർ കിട്ടുന്നതിന് അവിടെ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് എന്ത് കൈക്കൂലി കിട്ടുന്നെന്നുള്ളത് തുഫേലിന് അറിയാവോ? തുഫേൽ ഞെട്ടിപ്പോവും. ഇപ്പം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നല്ലേ, ഇവരെ പോലെ എത്ര ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ടോ അതിലൊരു 80% കൈക്കൂലിപ്പാവികളാണ്. നിങ്ങൾക്കറിയും. ദേവസ്വം ബോർഡ് ഓഫീസിൽ തുഫേൽ പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. ദേവസ്വം ബോർഡ് ഓഫീസിൽ പോയാൽ നമുക്ക് തട്ടിപ്പ് മണമുള്ള സ്ഥലങ്ങളെ, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ ചില ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മളൊക്കെ ഈ പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പുകാരോടാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും വലിയ കാട്ടുകള്ളന്മാരൊക്കെയാണ് നമ്മളെ ഇടവും ബലവും ഒക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വലിയ തട്ടിപ്പുകാരെ കണ്ടിട്ട് ചില ചിന്ന തട്ടിപ്പുകാരെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള തട്ടിപ്പ് വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലമാണ് ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഇദ്ദേഹത്തിന് ശബരിമലയിലെ താഴികക്കുടം മുതൽ ഭഗവാന്റെ ജപമാല, ഭഗവാന്റെ കഴുത്തിലണിയുന്ന ജപമാല, അദ്ദേഹത്തിൻ്റെ തിരുവാഭരണം, അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിൽ ചാർത്തിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഒക്കെ തന്നെ ഏതൊക്കെയാണെന്ന് പത്മകുമാറിനറിയാം ഇതിനകത്ത് നടന്നിരിക്കുന്ന സർവ്വകൊള്ളയും. പത്മകുമാറിനറിയാം ഇതിപ്പോൾ ഇവിടുന്ന് നേരെ കടത്തി എവിടേക്കാണ് കൊണ്ടുപോയത്, ആർക്കാണ് കൈമാറിയതെന്ന്. അപ്പോൾ പാർട്ടി കൈവിട്ടാൽ ഒരു വേള പത്മകുമാർ ഇതെല്ലാം വിളിച്ചു പറയും. അപ്പോൾ പാർട്ടി ഇദ്ദേഹത്തിനെ താങ്ങി നിർത്തിയാൽ, പത്മകുമാറിനെ താങ്ങി നിർത്തിയാൽ പത്മകുമാർ ഒരു വേള എല്ലാം വിളിച്ച് പറയില്ല. ഇല്ലെങ്കിൽ തന്നെ കൈയൊഴിയുന്ന പാർട്ടി നിങ്ങൾക്കിട്ട് പണി ഞാൻ തരും. അതാണ് പത്മകുമാർ ചില്ലറക്കാരനല്ല. അത് പാർട്ടി ഭയപ്പെടുന്നുണ്ട്. ഗോവിന്ദൻ ഭയപ്പെടുന്നുണ്ട്. പിണറായി വിജയൻ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് പിന്നെ പറയുന്നില്ല? കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞാൽ അടാപടലം പൊളിയും. ഒരു ഇഷ്ടിക എടുത്താൽ മതിൽക്കെട്ട് താഴെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വീഴുമെന്ന് പറയുന്ന പോലെ, അടിവാരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്ല് മാറ്റിയാൽ പടപടപടപടപടാന്ന് പൊളിഞ്ഞു വീഴുമെന്ന് പറയൂലേ, അതുപോലെ ഇത് പൊളിഞ്ഞു വീഴും. ഇതിപ്പോഴും ഒരു ചീട്ട് കൊട്ടാരം പോലെ ഇങ്ങനെ ഇരിക്കുവാണ്. ഒരു ചീട്ട് വലിച്ചാൽ, കടകംപള്ളി എന്നൊരു ചീട്ട് വലിച്ചാൽ, പത്മകുമാർ ഒരു ചീട്ട് വലിച്ചാൽ ആ ചീട്ട് വീഴുന്നത് പടപടാന്നായിരിക്കും. അത് അന്താരാഷ്ട്ര കൊള്ള സംഘത്തിന് വരെ ഈ ഭഗവാന്റെ കട്ടളപ്പാളി യഥാർത്ഥ സ്വർണവും എല്ലാം ആർക്കൊക്കെ വിറ്റു എന്നുള്ള സത്യം വെളിയിൽ വന്നാൽ അന്ന് ഭരണത്തിരുന്നവർ ഇവിടെ പോയിരുന്നു എന്ന് ഇവിടെ ജനം ചോദിക്കും. നാട്ടിലെ പൊതുവഴിയിലിട്ടവരെല്ലാം തല്ലും. ആ രീതിയിൽ കാര്യം പോകും. കാര്യം അത്ര കണ്ട് സെൻസേഷനാണ് ഈ ശബരിമല വിഷയവും. അതുകൊണ്ട് പത്മകുമാർ ഇനി അങ്ങനെ അധിക നാൾ പത്മകുമാറിനെ അവർക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയില്ല. കൂടിപ്പോയാൽ തിരഞ്ഞെടുപ്പ് വരെ, അല്ലെങ്കിൽ ഈ ജാനുവരി മാസം വരെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സത്യങ്ങളൊക്കെ പുറത്തു വരും. നമുക്ക് ഇത്രയേ മനസ്സിലാക്കാനുള്ളൂ. ജയിലിൽ കിടക്കുന്ന പത്മകുമാർ പുറത്തുണ്ടായിരുന്ന പത്മകുമാറിനേക്കാൾ ഭീകരനാണ്.